തിരൂരിൽ ആഭ്യന്തര വിപണിയിൽ ഏകദേശം 12 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവ് ശേഖരമാണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന 3 പ്രതികളുമായി ഈ ഒരു കഞ്ചാവ് ശേഖരം പിടികൂടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ബംഗാൾ സ്വദേശികളായ 2 സ്ത്രീകൾ. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ബംഗാൾ സ്വദേശികളായ പാറുൽ ബീബി അതുപോലെ തന്നെ അർജുൽ ബീബി എന്ന പേരുള്ള 2 സ്ത്രീകളാണ് ഈ ഒരു കഞ്ചാവ് കടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഇവർ കൊണ്ടുവന്ന കഞ്ചാവ് മലയാളിയായ മറ്റൊരു വ്യക്തി ഓട്ടോയിൽ കടത്തിക്കൊണ്ടു പോകുന്നതിനിടയിലാണ് എക്സൈസ് ഇവരെ പിടികൂടിയത്. എന്തായാലും അതിവിദഗ്ധമായ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഈ ഒരു കഞ്ചാവ് ശേഖരം പിടികൂടിയിരിക്കുന്നത്. സമൂഹത്തിൽ വലിയ വിപത്തുണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു കഞ്ചാവ് ശേഖരം തന്നെയാണ് ഇവരിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. മലപ്പുറം തിരൂരിൽ ഈ വിധത്തിൽ വലിയ രീതിയിലുള്ള കഞ്ചാവ് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എക്സൈസ് ഉൾപ്പെടെ പറയുന്നത്. വളരെ ശക്തമായ പരിശോധനകളിലൂടെ തന്നെ സംഘങ്ങളൊക്കെ തന്നെ പിടികൂടുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ചാക്ക് കണക്കിനാണ് കഞ്ചാവ് ശേഖരം പിടിച്ചെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുൾപ്പെടെ ഈ നിലയിൽ കഞ്ചാവ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് എക്സൈസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കൂടിയായ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഒരു ഓപ്പറേഷൻ സാർ? നമ്മുടെ സംസ്ഥാനത്തേക്ക് അന്യ സംസ്ഥാനത്ത് നിന്ന് വ്യാപകമായ രീതിയിലാണ് ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ടുവരുന്നത്. കഞ്ചാവിനേക്കാളൊക്കെ ഭീകരമാണ് സിന്തറ്റിക് ഡ്രഗ് MDMA മെത്താംഫെറ്റാമിൻ്റെയൊക്കെ കടത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരായ യുവാക്കൾക്ക് കൂടുതൽ ഈ മദ്യത്തെക്കാളും കൂടുതൽ ഇപ്പോൾ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ ഈ സിന്തറ്റിക് ഡ്രഗുകളിലാണ്. അതോടൊപ്പം തന്നെ കഞ്ചാവും വ്യാപകമായ രീതിയിലാണ് കടത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ ഈ മാസം തന്നെ നമ്മൾ ഒരു 75 കിലോയോളം കഞ്ചാവ് തിരൂർ എക്സൈസിൻ്റെ നേതൃത്വത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻഫർമേഷൻ ഇന്നലെ നമുക്ക് കമ്മീഷണർ സ്ക്വാഡിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ പ്രകാരം ഇന്ന് പുലർച്ചെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ട്രെയിനിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ 2 സ്ത്രീകൾ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ വിപണനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ലഭിച്ച രഹസ്യവിവര പ്രകാരം നമ്മൾ ഇന്ന് പുലർച്ചെ 12 മണി തൊട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പെട്രോളിങ്ങും നിരീക്ഷണവും ഒക്കെ നടത്തി വരുന്ന സമയത്താണ് ഒരു ഓട്ടോറിക്ഷയിൽ തിരൂരങ്ങാടി സ്വദേശിയായ റഫീഖ് എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയിൽ 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ വനിതകൾ ഈ 12 കിലോ കഞ്ചാവ് സൂക്ഷിച്ച് കടത്തിക്കൊണ്ടുവന്ന് പിടികൂടുന്നത്. ഈ കഞ്ചാവിന് ഉദ്ദേശം ഒരു 12 ലക്ഷം രൂപയോളം വില ഈ ഇവിടുത്തെ മാർക്കറ്റിലുണ്ടാവും. കാര്യം മുന്തിയിനം കഞ്ചാവാണ്. ഈ സ്ത്രീകൾ ഈ കഞ്ചാവിന്റെ ബയേഴ്സ് ആണോ അതോ കാരിയേഴ്സ് ആണോ, എങ്ങനെയാണ് മനസ്സിലായത്? സ്ത്രീകൾ കാരിയേഴ്സ് ആണ്. അവർക്ക് തുച്ഛമായ ഒരു 5000 രൂപ വെച്ച് മാത്രമാണ് ഇത് കൊടുത്തുവിട്ട ബബ്ലു എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാൾ സ്വദേശി ഓഫർ ചെയ്തിരുന്നത്. അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഇവ കൊടുത്തുവിട്ടുള്ളത്. അപ്പൊ അവിടെ മുതൽ ഈ സ്ത്രീകളാണ് ഇത് കൊണ്ടുവരുന്നത്? അതെ, വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഇത് കൊടുത്തുവിടുന്നത്. അപ്പോൾ ബബ്ലു എന്ന് പറയുന്ന കക്ഷിയാണ് ഇത് കൊടുത്തുവിടുന്നത്. അയാളുടെ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാൽ അയാൾ വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. അയാൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ കഞ്ചാവ് റഫീഖ് എന്ന് പറയുന്ന തിരൂരങ്ങാടി സ്വദേശിയായ ഈ ഓട്ടോ ഡ്രൈവറുടെ കൈവശം ഏൽപ്പിക്കുമ്പോൾ 10,000 രൂപ 5,000 രൂപ വെച്ച് ഈ വനിതകൾക്ക് പ്രതിഫലമായി കിട്ടും എന്ന ഒരു പ്രലോഭനത്തിലാണ് ഇവർ ഈ സംഭവത്തിന് മുതിർന്നത്. അതോടൊപ്പം തന്നെ ഈ റഫീഖും ഇടനിലക്കാരൻ മാത്രമാണ്. കോട്ടക്കിലുള്ള ഒരു വ്യക്തി, അയാളെക്കുറിച്ച് നമുക്ക് അതൊരു അറിവായിട്ടില്ല. അയാൾ ഈ വണ്ടി കോട്ടക്കൽ സ്റ്റാൻഡിലെത്തുമ്പോൾ കോട്ടക്കലിൽ നിന്ന് വന്ന് ഈ കഞ്ചാവ് കളക്ട് ചെയ്യും. അപ്പോൾ ബബ്ലു ഗൂഗിൾ പേ വഴി ഈ റഫീഖിനുള്ള പ്രതിഫലം ചെയ്തു കൊടുക്കുമെന്നാണ് റഫീഖിന് കിട്ടിയ ഓഫർ. ഈ 12 കിലോയോളം കഞ്ചാവ് എന്ന് പറഞ്ഞ ചെറിയ സംഖ്യയല്ല. മലപ്പുറത്തെ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതെ. മലപ്പുറത്ത് വ്യാപകമായ രീതിയിൽ കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ജില്ലയുടെ പല ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണിത്. ഇതിപ്പം ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വലിയ രീതിയിൽ കഞ്ചാവ് പിടിക്കുന്നുണ്ടല്ലോ, അതൊക്കെ സമാനമായ രീതിയിൽ ഈ മേഖലകളിലൊക്കെ തന്നെയാവുമല്ലേ എത്തിച്ചേരുന്നത്? അതെ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വ്യാപകമായ രീതിയിൽ തന്നെ നമ്മൾ കഞ്ചാവ് കണ്ടെടുക്കുന്നുണ്ട്. അതും ഇത്തരത്തിൽ ഇവിടുത്തെ ചില്ലറ വിതരണത്തിലേക്ക് വേണ്ടിയിട്ടും തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇനി ഇതിന്റെ ഒരു തുടർ നടപടികൾ എങ്ങനെയാവും? ഈ പ്രതികളെ നമ്മളിന്ന് റിമാൻഡ് ചെയ്യും. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ ബബ്ലു എന്ന് പറയുന്ന കക്ഷിയാണിത്, ഇതിന്റെ സോഴ്സ്. അദ്ദേഹം ഇങ്ങോട്ട് കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. ടവർ ലൊക്കേഷനൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും അയാൾ വെസ്റ്റ് ബംഗാൾ തന്നെയാണ്. അയാളെ അറസ്റ്റ് ചെയ്യണം, എങ്കിലേ ബാക്കിയുള്ള സോഴ്സ് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ.
ഒരു സംശയത്തിന് വേണ്ടി ചോദിക്കുന്ന ഇത് എങ്ങനെയാണ് ഇത് റീസൈക്കിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് നമ്മൾ കോടതിയിൽ മജിസ്ട്രേറ്റ് ഇൻവെന്ററി സർട്ടിഫൈ ചെയ്ത് കിട്ടും. അതിനുശേഷം വടക്കഞ്ചേരി, തൃശ്ശൂർ ജില്ലയിലെ വടക്കഞ്ചേരിയിലാണ് നമ്മുടെ NDPS തൊണ്ടി ഗോഡൌൺ. അതിന് ഈ ഇൻവെന്ററി സർട്ടിഫൈ ചെയ്തതിനു ശേഷം ഈ തൊണ്ടി വടക്കഞ്ചേരി ഗോഡൌണിലേക്ക്, NDPS ഗോഡൌണിലേക്ക് മാറ്റുന്നതായിരിക്കും. പിന്നീട് അത് തുടർ നടപടികൾക്ക് ശേഷം അത് ഡിസ്പോസ് ചെയ്ത് കളയും. ഇത്തരം കേസുകളിൽ ഈ ചെറിയ വ്യക്തികൾ, അതായത് ചെറിയ മീനുകൾ പിടിക്കപ്പെടുമ്പോൾ വൻ സ്രാവുകൾ പുറത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അത്തരം ആളുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിവരം? അത്തരം ആൾക്കാരാണ് ഈ ബബ്ലു ഒക്കെ. ഈ ബബ്ലു ഒക്കെ അത്തരം ആൾക്കാരാണ്. അവരൊരിക്കലും നേരിട്ട് ഇതിലേക്ക് ഇറങ്ങി വരില്ല. ഇതുപോലുള്ള ക്യാരിയേഴ്സിനെ വെച്ചിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല അവർ ഈ നമ്മുടെ കേരള സ്റ്റേറ്റിലേക്ക് പോലും വരില്ല. ആ രീതിയിലാണ് അവരുടെ ഓപ്പറേഷനൊക്കെ. അത് നമുക്ക് അവരെ പിടിക്കണമെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോയി കൂടുതൽ ശരിക്കും കാര്യക്ഷമമായ അന്വേഷണവും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലേ അവരെ നമുക്ക് വലയിലാക്കാൻ ഒക്കുള്ളൂ. ഇവർക്ക് മലയാളം പോലും അറിയില്ല. ഇവർ ആദ്യമായിട്ടാണ് ഇവിടെ കേരളത്തിലോട്ട് വരുന്നത് തോന്നുന്നില്ല. അവർ ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ നമ്മൾ കുറേ ചോദ്യം ചെയ്തതിലൊക്കെ ഒരു ദ്വിഭാഷിയുടെ സഹായത്തിൽ, അവർക്ക് വെസ്റ്റ് ബംഗാൾ ഭാഷ മാത്രമാണ് അറിയുന്നത്, അവർ ദ്വിഭാഷിയുടെ സഹായത്തിൽ ചോദ്യം ചെയ്തതിൽ അവരാദ്യമായിട്ടാണ് വരുന്നതെന്ന് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവരുടെ ഈ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അന്വേഷണം നടത്തി സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളിനി അവരെ ജയിലിൽ ചെന്ന് കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുത്തി കൂടുതൽ അന്വേഷണം നടത്തി നമ്മളതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കും. തീർച്ചയായും അത് തന്നെയാണ്. രണ്ടു വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ സ്ത്രീകൾ, അവരെയാണ് കടത്തുന്നതിന് വേണ്ടി ഈ വലിയ സ്രാവുകൾ, അതായത് മയക്കുമരുന്ന് കടത്ത് സംഘം ഉപയോഗിച്ചത് എന്നുള്ളതാണ് എക്സൈസ് മനസ്സിലാക്കുന്നത്. ഒരു നിശ്ചിത തുകയ്ക്ക് വേണ്ടിയായിരുന്നു ഇവർ ഇത് കടത്തിക്കൊണ്ടുവന്നത്. തിരൂരിൽ എത്തിച്ചതിന് ശേഷം തിരിച്ചു പോവുക എന്നുള്ളതായിരുന്നു അവരിൽ ഏൽപ്പിച്ച ദൗത്യം. എന്നാൽ എക്സൈസ് അത് അതിവിദഗ്ധമായി പിടികൂടി. വരും ദിവസങ്ങളിലും മലപ്പുറം ജില്ലയിലൊട്ടാകെ ഈ വിധത്തിലുള്ള ശക്തമായ പരിശോധന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് തിരൂർ എക്സൈസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.